ചിന്തയാം മണിമന്ദിരത്തിൽ നിന്ന്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നവരാണ്. ചിന്ത മനുഷ്യ മനസ്സിലെ നല്ല നല്ല തോന്നലുകളാണ്. അങ്ങനെ തോന്നലുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായി മനുഷ്യനിലാണ്. ചിന്തിക്കുക, തോന്നുക എന്നൊക്കെ പറയുമ്പോൾ മൃഗങ്ങൾക്ക് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുകയില്ല. കോഴിക്ക് ഒരിക്കലും കഴുകനാവാൻ പറ്റില്ല. അതുപോലെ കഴുതയ്ക്ക് കുതിരയാവാനും പറ്റില്ല. മനുഷ്യന് മനുഷ്യനാവാൻ പറ്റും. കോഴിക്ക് കഴുകനാകാൻ പറ്റില്ല, കഴുതയ്ക്ക് കുതിരയാവാൻ പറ്റില്ല, മനുഷ്യന് മനുഷ്യനാവാൻ പറ്റും. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതചര്യകളിലേക്ക് നോക്കുമ്പോൾ ഒരു മൃഗത്തിൽ മൃഗമായിട്ട് തന്നെ ഉള്ളൊരവസ്ഥയാണ്. അത് ജനിക്കുമ്പോൾ തന്നെ അവൻ നടന്നു തുടങ്ങും. മൃഗങ്ങൾ മനുഷ്യന് വളരെ പ്രയാസമാണ്. നടക്കാൻ തന്നെ അവൻ വളരെയേറെ കാലങ്ങളെടുത്തിട്ട് നടക്കുകയുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോരോ അവസ്ഥകൾ കഴിഞ്ഞ് പിന്നെ നടക്കാനൊക്കെ തുടങ്ങി പിച്ച വയ്ക്കാനൊക്കെ വളരെ പ്രയാസം. ഒരു 5-6 മാസമൊക്കെ എടുക്കും, ചിലപ്പോൾ 1 വർഷമൊക്കെ എടുക്കുന്നു വരും. പക്ഷെ ഒരു പശു പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പശുക്കിടാവ് നിമിഷങ്ങൾക്കകം തന്നെ തുള്ളിക്കളിച്ച് ഓടി ചുറ്റുപാടും നടക്കുന്നത് അതിൻ്റെ സ്വഭാവമാണ്. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. മനുഷ്യന് ഉയർന്ന ഒരു സ്ഥലമാണ് പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ളത് മൃഗങ്ങളിൽ നിന്നും. മറ്റത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഇതാണ്. പക്ഷെ അവരറിയുന്നില്ല ഇതിൻ്റെ ഇതാണ്. മനുഷ്യനറിയുന്നു, ഞാനിതൊക്കെ ചെയ്യുന്നു, ഞാനിപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു, ആ കാഴ്ചകൾ വേർതിരിച്ചറിയാനുള്ള തിരിച്ചറിവെന്ന് പറയും. അത് മൃഗങ്ങൾക്കതില്ല. അത് കണ്ടതിനെല്ലാം കിടന്ന് ആക്രമിക്കും. അതിന് അമ്മയെന്നോ അച്ഛനെന്നോ ഉള്ള വേർതിരിവ്. ഒരു തള്ളക്കോഴി ചിലപ്പോൾ ഒരു തള്ളക്കോഴിക്ക് അതിൻ്റെ മകനെയും അതൊരു തിരിച്ചറിവുണ്ടാകുകയില്ല. ഇപ്പോൾ പൂവൻകോഴിയാണെങ്കിലും തൻ്റെ അമ്മ തള്ളക്കോഴിയാണെന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതുമായിട്ടൊരു പ്രത്യേക ഒരു രാഗം തോന്നും. പക്ഷെ മനുഷ്യനതില്ല. മനുഷ്യൻ അമ്മയും അച്ഛനെയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഇവിടെയാണ് നമ്മൾ ചിന്ത എന്ന് പറയുന്നത്. നല്ല തോന്നലിനെയാണ്. ചിന്ത സംസ്കൃത പദമാണ്. മലയാളത്തിൽ, പച്ച മലയാളത്തിൽ തോന്നൽ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള തോന്നൽ നമുക്കുണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ പറഞ്ഞയച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരു ശക്തിയുണ്ട്. ആ അനുപമേയമായ ശക്തിയോടുള്ള നിശബ്ദമായ അർച്ചനകളാണ് അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മഹാകവി കുമാരനാശാൻ സങ്കീർത്തനം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കവിത രചിച്ചിട്ടുണ്ട്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടി ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തു. അപ്പോൾ ചിന്തയാകുന്നൊരു മണിമന്ദിരത്തിൽ ഒരു ഈശ്വരനുണ്ടെന്നും ഈശ്വരനെ വാഴ്ത്തുവാനുമാണ് പറയുന്നത്. ചിന്തിക്കുന്ന മനുഷ്യനിലെ ചിന്ത തോന്നിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് വിവേകമാണെന്ന് പറയും. വിവേകം എങ്ങനെ ഉണ്ടാകുന്നു, വിവേകത്തെ ആര് വളർത്തുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾക്ക് നല്ല ഉലയാത്ത ഓർമ്മശക്തി ഉണ്ടാകുമ്പോൾ ആ ഉലയാത്ത ഓർമ്മശക്തിയാണ് വിവേകത്തെ പിച്ച വെച്ച് നടപ്പിക്കുന്നത്. അതിനെ വിവേകം അമ്മയെന്ന് വിളിക്കുന്നു. ആരാണാവോ വിവേകത്തിൻ്റെ അച്ഛൻ? അത് സുതാര്യമായ അനുഭവ സമ്പത്താണ്. സുതാര്യമായ അനുഭവ സമ്പത്ത്, അതാര്യമായതല്ല, സുതാര്യമായത്, നേർമ്മയുള്ളത്, ശുദ്ധമായ അനുഭവ സമ്പത്ത്. ഈ അച്ഛനും അമ്മയുമാണ് വിവേകത്തിന് കൈപിടി. ആ വിവേകശാലിയായ ഉന്നവനെന്ന് പറയുന്നു. വിവേകം താനേ വരുമോ? ഇല്ല. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ നല്ല നല്ല എന്നുള്ള വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. നല്ലതും ചീത്തയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തീയിൽ കൈ വെച്ച് കഴിഞ്ഞൊരു കുട്ടി വീണ്ടും തീ കാണുമ്പോൾ അവന് പേടിയുണ്ടാകും. കാരണം അത് തീയാണെന്നുള്ള തിരിച്ചറിവാണ് അതിന് കാരണം.
അപ്പോൾ തെറ്റിലേക്ക് വഴുതി വീണ് കഴിയുമ്പോൾ ആ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ശരിയിലേക്ക് മാറുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് പറയുന്നത്. ഇവിടെ ഈ സംഭവം അത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു വിവേകം കുമാരനാശാൻ തന്നെ SNDP യോഗത്തിൻ്റെ മുഖപത്രമായ ആദ്യത്തെ മുഖപത്രത്തിന് വിവേകോദയം എന്ന് പേരിടാൻ കാരണം സ്വാമി വിവേകാനന്ദനോടുള്ള ആരാധന കൊണ്ടല്ല, പ്രത്യുത മനസ്സിൽ സ്വയം നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ തിരിച്ചറിയുന്ന ആ വിവേകത്തിൻ്റെ വെളിച്ചത്തിലാണ്. ആ വിവേകം ഉണ്ടാകുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന് നമ്മൾക്കുണ്ടാകുന്ന മുൻവിധിയില്ലാത്ത ജീവിക്കുക എന്നുള്ളതാണ്. മുൻവിധിയില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ധൃതി പാടില്ല, അക്ഷമ പാടില്ല. അപ്പോൾ എന്താണ്? ക്ഷമ വേണം. ക്ഷമയോടെ കൂടെ നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കാണുവാൻ സാധിക്കും. ക്ഷമയില്ലാത്തവന് ഒന്നും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അക്ഷമ അപകടത്തിന് വഴിയാക്കും. അക്ഷമ അവിവേകത്തിന് അതിൻ്റെ പാതയിലേക്ക് നയിക്കും. വിവേകത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന ക്ഷമയാണ്. അത് ദിവ്യമായൊരു തീർത്ഥമാണ് ക്ഷമ. ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും സാധിക്കുകയില്ല. ഒരിക്കൽ ആ സഹോദരൻ അയ്യപ്പനോട് ഗുരുദേവൻ പറയുകയുണ്ടായി, അയ്യപ്പ, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. കാരണം ഓരോ ആണി അടിക്കുമ്പോഴും ഇവരോട് പൊറുക്കണമേ എന്ന് പറയുന്ന ഉള്ള ഒരു വിചാരം അതാണത്. അപ്പം അതിന് ഒരു വല്ലാത്തൊരവസ്ഥ. മനുഷ്യന് അവൻ എപ്പോഴും പലതും നല്ലത് കാണുകയും നല്ലത് ചിന്തിക്കുകയും ചെയ്യണമെന്നാണ് അവനെ സൃഷ്ടാവ് പറയുന്നത്. പക്ഷേ എങ്കിലും കാമനകൾ, ഇച്ഛകൾ അവനെ കൊണ്ട് എന്ത് ചെയ്യുകയാണ്? തെറ്റുകൾ ചെയ്യുകയാണ്. അതുകൊണ്ട് ചിന്തയാം മണിമന്ദിരം അടഞ്ഞു കിടക്കുകയാണ്, തുറക്കുന്നില്ല. അവിടെ ശംഖനാദം ഉയർന്നില്ല, ഇവിടെ പള്ളിമണി ഒച്ചകൾ കേൾക്കുന്നില്ല, അവിടെ തക്ബീർ ഒലികൾ മുഴങ്ങുന്നില്ല. അതാണ് ആ തക്ബീർ ഒലികളും പള്ളിമണി ഒച്ചകളും ഒക്കെ മുഴങ്ങുന്ന ഒരു മതേതരത്വത്തിൻ്റെ മതാതീതമായൊരവസ്ഥയുണ്ടല്ലോ. അതാണ് ചിന്തയാം മണിമന്ദിരം. അവിടെ ആർക്കും വന്ന് വന്നിക്കാം. ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും എല്ലാം വന്ന്. അതുകൊണ്ടാണ് ആശാൻ പറയുന്നത്, ചന്തമേറിയ പൂവിലും ശബലാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുര്യം. സൂര്യനൊരു വിവേചനവുമില്ല. കൊട്ടാരക്കെട്ടുകളിലും ചതുപ്പ് നിലങ്ങളിലും ഇരുളിടങ്ങളിലും കുടിലുകളിലും കൊട്ടാരങ്ങളിലും കുടിലുകളിലും എല്ലാം ഒരേ ഭാവത്തിൽ അതിന് പ്രകാശം വിതറുകയാണ് സൂര്യൻ. അപ്പോൾ അങ്ങനെയുള്ള വിശുദ്ധമായൊരു അമ്പലമാണ്, ചിന്തയുടെ അമ്പലമാണ്. അപ്പോൾ അങ്ങനെയുള്ള അമ്പലത്തെയാണ് ആശാൻ ഭാവനയെ കാണുന്നത്. അപ്പോൾ അവിടെ വന്ന് തൊഴുതു മടങ്ങുന്നവനൊരിക്കലും മോഹമൊന്നും ഉണ്ടാകുകയില്ലെന്നാണ് ആശാൻ പറയുന്നത്. മോഹത്തെ ഹനിക്കുന്നവനായിരിക്കും. അവനിൽ എപ്പോഴും വളർന്നു വരുന്നത് സ്നേഹമായിരിക്കും. സകല ചരാചരങ്ങളോടും സൂര്യന് തോന്നുന്ന സ്നേഹം പോലെ. സൂര്യൻ എങ്ങനെയാണോ പൂവിനെ തൊട്ടു നിർത്തുന്നത്, സൂര്യൻ എങ്ങനെയാണോ ശബളാഭമായ ശലഭത്തിൻ്റെ ചിറകുകൾക്ക് മനോഹാരിത നൽകുന്നത്, എന്നതുപോലെ തന്നെ സവിതാവിൻ്റെ ആ വിവേചനമില്ലായ്മ തന്നെയാണ് അവനെ ശരിയായ ഒരു മനുഷ്യനെ കൊണ്ട് ഈ മണിമന്ദിരത്തിൽ നിന്ന് തൊഴുതു മടങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. അത് ഈ പ്രകൃതി തന്നെ ഒരുക്കുന്ന ഒരു വല്ലാത്തൊരു. അങ്ങനെ പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങുകയാണ് മനുഷ്യൻ, വിവേകശാലിയായ മനുഷ്യൻ. ഞാൻ വിവേകത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അവർക്കൊരിക്കലും വല്ലലുണ്ടാകുകയില്ല, അവർക്കൊരിക്കലും അക്ഷമയുണ്ടാകുകയില്ല. ഇതെല്ലാം നമുക്ക് കാണുവാൻ വേണ്ടിയാണ് ഈ പൂവെല്ലാം വിരിയുന്നത്, ഈ പക്ഷികളെല്ലാം പറക്കുന്നത്, പുഴ ഒഴുകുന്നത്. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ അത് എനിക്ക് വേണ്ടിയല്ല, അതെന്തോ അതിൻ്റെ ധർമ്മമാണെന്ന് കരുതുമ്പോഴാണ് മനുഷ്യൻ എന്താ പറയുക. കാരണം മനുഷ്യനെ ചെടിയായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരു പറവയായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരു മിന്നാമിനുങ്ങായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അവനെ മനുഷ്യനായിട്ടാണ്, മനനം ചെയ്യുന്നവനായിട്ടാണ്. ഒരരയിൻ്റെ ചന്ദനച്ചാണ പോലെയാണ് അവൻ എപ്പോഴും അരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സ്വയമേവൻ അവ ചന്ദന സുഗന്ധമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ പക്ഷികൾക്കില്ല, പക്ഷികൾക്ക് ഒച്ച മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യന് വാക്കുകൾ, അക്ഷരങ്ങൾ വരുന്നുണ്ട് ആശയവിനിമയത്തിന്. ചിന്തയുടെ ഫലമായിട്ടാണ്. അത് വേണ്ടടുത്ത് വരുമ്പോഴാണ് അതിന് കൂടുതൽ പ്രകാശം ഉണ്ടാകുന്നത്. ചിന്തയാം മണിമന്ദിരത്തിൻ്റെ പ്രസാദം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ശുദ്ധമായ വാക്കുകളാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ ഓതും മൊഴിയും ഓർക്കൽ നീ എന്ന് പറഞ്ഞിട്ട്, നീ സത്യം, ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. പിന്നെന്താണ്? ഓതും മൊഴി, നീ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കുക.
ആ ശ്രദ്ധയിൽ നിന്നിലേക്ക് തന്നെ നോക്കുക. ഒരു ആത്മപ്രകാശം നിനക്ക് കാണാൻ സാധിക്കും. ആത്മപ്രകാശത്തിൽ നിന്നാണ് ആത്മപ്രസാദം ഉണർത്തുന്ന വാക്കുകൾ ഉണ്ടാകും. ശുദ്ധമായ വാക്കുകൾ. അത് നിൻ്റെ ആയുധമാണ്. നിന്നെ നീയാക്കുന്നത് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നിനക്ക് ചെയ്യിക്കാൻ പര്യാപ്തമായ കഴിവുണ്ടാക്കുന്നത്, സമയം നിനക്കൊരു ഭാരമാകാതിരിക്കുന്നത് എങ്ങനെ ഉള്ളപ്പോഴാണ്? നീ ഇതിനോട് കൂറ് പുലർത്തുമ്പോഴാണ്. ഈ പറഞ്ഞ ശുദ്ധിയോട്, വാക്ശുദ്ധിയോട്. ശരീരം മുറിഞ്ഞാൽ ചോര വരുന്നത് പോലെയാണ് മനസ്സ് മുറിഞ്ഞാൽ ചീത്ത വാക്കുകൾ വരുന്നത്. മനസ്സ് വേദനിക്കുമ്പോൾ ചീത്ത വാക്ക് വരും. ശരീരം മുറിഞ്ഞാൽ ചോര വരും. ചോര പുരണ്ട വാക്കുകളുടെ ഉടയവനായി എനിക്കൊരിക്കലും മാറണ്ട. പിന്നെ ആരായി മാറണം? എനിക്ക് മംഗളദായകമായ വാക്കുകൾ പറയും. ഏതുപോലെ? ശിവലിംഗത്തിൽ വീണ് വണങ്ങുന്ന വില്ലുപത്രങ്ങൾ പോലെയുള്ള വാക്കുകൾ. വില്ലുപത്രം കൂവളത്തില്ല. അത്ര വിശുദ്ധമായ ഭാവമാണത്. അതിന് ധൃതിയില്ല, പരവേശമില്ല, ഒന്നുമില്ല. എപ്പോഴും നിന്റെ കൈത്തണ്ടയിൽ തിരിയുന്ന സമയം അത് സ്വാഭാവികമായിട്ട് പോയിക്കോളൂ. നിനക്ക് പറയാനുള്ളത് മുഴുവൻ നീ പറയുക. ആരോടാണെന്ന് വെച്ചാൽ കേൾക്കുന്നവനോട്. കേൾക്കാൻ ഒരാളുണ്ടാവുക, പറയാൻ നീ ഉള്ളപ്പോൾ കേൾക്കാൻ ഒരാളുണ്ടാവുക. അയാളോട് പറയേണ്ടത് മാത്രം പറയുമ്പോൾ അദ്ദേഹം തിരിച്ചിങ്ങോട്ട് തന്നെ അങ്ങനെ വർത്തമാനങ്ങൾ ഉണ്ടാവുകയാണ്. സംഭാഷണങ്ങളും ഡയലോഗുകളും പുതിയ ഡയലോഗുകൾ ഉണ്ടാവുക. അറിഞ്ഞ് വിളമ്പുക എന്ന് പറയും. പകരേണ്ട പാത്രത്തിൽ മാത്രം പകരുക, പറയേണ്ടവരോട് മാത്രം പറയുക, അല്ലാത്തൊരു ഉണ്ടാതിരിക്കുക. അത് മൗനം. മൗനമാണ് വാക്കുകളുടെ മൗനം. എങ്ങനെയുള്ള മൗനം? ശുദ്ധമായ മൗനം. ശുദ്ധമായ മൗനം. മനസ്സ് ഒച്ചയുണ്ടാക്കാതിരിക്കുന്ന അവസ്ഥ. മനസ്സ് വർത്തമാനകാലത്തിൽ മുഖം പൂച്ച് നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥയുണ്ട്. വല്ലാത്തൊരു അനുഭവമാണ്. അത് ഗുരു പറയുന്നത് അതിന് മൗനഘനാമൃതാബ്ധി എന്നാണ്. മൗനഘനാമൃതാബ്ധി. എന്തൊരു അബ്ധിയാണത്. അതെവിടെയാണ്? ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. എന്നിലെ അഹന്തയെ ഞാൻ വലിച്ചെറിയുമ്പോൾ എന്നിൽ വീണു എൻ്റെ മുന്നിലേക്ക് തന്നെ അലയടിച്ചു വരുന്ന നിശബ്ദമാകുന്ന ഒരു കടലാണ്. കടലുകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ തിരയില്ലാത്ത കടൽ, പ്രശാന്തമായ കടൽ, അനങ്ങാത്ത കടൽ. അതാണ് ഗുരുവിൻ്റെ സങ്കല്പത്തിൽ മൗന ഘന അമൃത അബ്ധി. അബ്ധി എന്ന പദം. നടുങ്ങിപ്പോകും നമ്മൾ. അവിടെ അതിൻ്റെ ഉടയവനാരാണ്? നീ തന്നെയാണ്. നിന്നിലിരിക്കുന്ന വലിയ ആത്മചൈതന്യം തന്നെയാണ്. ആ ചൈതന്യം നിന്നിൽ നിന്ന് പോകുമ്പോഴാണ് നീ മൃതശരീരമായി മാറുന്നത്. സജീവ സാന്നിധ്യത്തിൽ നീ ഇരിക്കുന്ന സമയത്ത് നിനക്ക് ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നു. വരുന്നവർക്കെല്ലാം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു. നീ എന്നും പാടുന്ന മണിവീണയായി മാറുന്നു. അത് വല്ലാത്തൊരു അനുഭവമാണ്. അത് മനുഷ്യ ജീവിതത്തിന് മാത്രം ഉണ്ടാകുന്ന സകലയുടെ സ്വനവും അടങ്ങും ഇടം സ്വയം പ്രകാശമാണ്. കടുക് വറക്കുന്ന പോലെയാണ് പദങ്ങൾ വന്ന് വീഴുന്നത്. ഇതെവിടെ നിന്ന് വന്നു? ഗുരുവിൽ നിന്ന് വന്നു. ഗുരു ഇതെഴുതാൻ വേണ്ടി തപസ് ചെയ്തിരുന്നു? ഇല്ല, ഗുരു തപസ് ചെയ്തില്ല. താനേ വരുന്നതാണ്. താനേ വരുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നവർ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു കവിത എഴുതണം, ഒരു കഥ എഴുതണം, നോവൽ എഴുതണമെന്നും പറയും. നോമ്പ് നോറ്റ മനസ്സല്ലായിരുന്നു ഗുരുവേൻ്റേത്. ഗുരുവിന് നോമ്പ് നോക്കാൻ അറിയില്ലായിരുന്നു. അൻപിൻ്റെ ഹൃദയമായിരുന്നു ഗുരുവിൻ്റേത്. സ്നേഹം. അപ്പം അതുകൊണ്ട് ഗുരു എന്ത് ചെയ്തു? സ്വസ്ഥനായിരുന്നു. വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരിൽ കണ്ടും മോദസ്ഥനായി അങ്ങ് വസിപ്പു മല പോലെ എന്ന് കുമാരനാശാൻ എഴുതുമ്പോൾ ഗുരുവിന് 60 വയസ്സുള്ള സമയത്ത് 60 വയസ്സുകാരൻ ഇങ്ങനെയെല്ലാം ഇരിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കും. ആശാൻ പറയുകയാണ്, അതെ, പലപോലെ എല്ലാത്തിനും നിസ്സംഗമായി കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് അദ്ദേഹം ഏവർക്കും സ്വീകാര്യമുള്ളവനായി. യുക്തിവാദിക്കും, ആസ്തികനും, നാസ്തികനും, എല്ലാ പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും ഗുരുവിൻ്റെ ഒരു വാക്കുകൾക്കായി, സാന്നിധ്യത്തിനായി. വാക്കൊന്നും വേണ്ട, ഗുരു അല്പം മിണ്ടാതിരുന്നാൽ മതി. അതിൽ നിന്നൊരു പ്രകാശം, ചിന്ത വരും. വല്ലാത്ത പോസിറ്റീവ് എനർജി വരും അന്തരീക്ഷത്തിൽ. ഗുരു മിണ്ടാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, തപസ്സിൻ്റെ കാലം. അത് ഗുരു ചിന്തയാം മണിമന്ദിരത്തിലായി. ഗുരുവിന് അന്ന് അമ്പലങ്ങൾ ഒന്നുമില്ലായിരുന്നു. അന്നത്തെ കാലത്ത് അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗുരുവിനായിട്ടൊരു അമ്പലം പണിതിരുന്നു. അത് ഉള്ളിൻ്റെ ഉള്ളിലെ അമ്പലമാണ്. ആ അമ്പലത്തിലെ ഈശ്വരൻ ജീവനാണ്. നല്ല നല്ല തോന്നലുകൾ കൊണ്ടാണ് ആ അമ്പലം ഉണ്ടാകുന്നത്. അതിനാണ് ആശാൻ പറഞ്ഞ ചിന്തയാം മണി മന്ദിരം.
അപ്പോൾ ആ മന്ദിരത്തിൽ സവിതാവിൻ്റെ രശ്മികളിൽ എങ്ങനെയാണോ പൂവിനെ വിടർത്തുന്നത്, എങ്ങനെയാണോ പറവകൾക്ക് പ്രഭാതമയം തോന്നിപ്പിക്കുന്നത്, അതുകൊണ്ടാണല്ലോ പ്രഭാതത്തെ വരവേൽക്കാനായിട്ട് പക്ഷികൾ ആരും അറിയാതെ അതിൻ്റെതായ ശബ്ദങ്ങളിൽ കാക്ക കാക്ക എന്നും കുയിൽ കൂക്കൂ എന്നും കൂവുന്നത് എങ്ങനെയാണ്? പ്രഭാതമായി വെളിച്ചമായി എന്നുള്ള വരവിൻ്റെ. മനുഷ്യനാവട്ടെ വെളിച്ചം വരുമ്പോൾ അവൻ വെയിൽ വരക്കുന്നവനാണ് തിരിച്ചറിയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ തോന്നിപ്പിക്കുന്നൊരവസ്ഥ നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ആശാൻ അതിമനോഹരമായതിനെ പറഞ്ഞിട്ടുള്ളത്. ഗുരു അതിനെ പല വിധത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഗുരുദേവ രചനകളിലെ കൂടെയൊക്കെ ഇതൊക്കെ. ഇപ്പോൾ അഹമൊക്കെ ഒഴിഞ്ഞിരിക്കുന്നൊരവസ്ഥ, ഞാൻ ശരീരമല്ല, ഞാൻ ഈ പേരുകാരനല്ല എന്നൊക്കെ അറിയുന്നൊരവസ്ഥയിൽ നാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ വാരികേന്ദ്ര ചന്ദന ചാണ പോലെയാകും നമ്മുടെ അവസ്ഥ. അപ്പോൾ അവർക്ക് നമ്മളെ ഈശ്വരൻ്റെ വചനങ്ങൾ നമ്മൾ പറയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് സമയം പോണത് അറിയില്ല. അങ്ങനെയുള്ളവനെയാണ് ഗുരു എന്ത് പറയുന്നത്? പരയുടെ പാഴെന്ന് പറയുന്ന ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഒരു മനോഹരമായ പ്രയോഗമാണ്. ഇതുപോലെ ആരെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പല രചനകളും ആംഗലേയത്തിലും മറ്റു ഭാഷകളിലും എല്ലാം ചകഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ആരും പറഞ്ഞിട്ടില്ല. പരയുടെ പാലെന്ന് നുകർന്ന ഭാഗ്യവാൻ എന്ന് ആരും പറഞ്ഞിട്ടില്ല. അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന ഓമന കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നമ്മളും അമ്മയുടെ മുലപ്പാൽ. പക്ഷേ ആത്മവിദ്യയുടെ പാല്, പരാവിദ്യയുടെ ആത്മവിദ്യയുടെ അമ്മ, ആത്മവിദ്യയാകുന്ന അമ്മയുടെ പാല് കുടിക്കുന്നവന് 10,000 ആണ്ട് അല്പനേരമാകുകയില്ല. അവന് പെട്ടെന്ന് സമയം പോകുന്നത് അവൻ അറിയില്ല. അരനൊടി 1000 ആണ്ട് പോലെ തോന്നുകയില്ല. പിന്നെ എങ്ങനെയാണ്? പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ട് അല്പനേരമായിട്ട് തോന്നും. അവരെ പ്രകൃതി സാത്താൻ്റെ കയ്യിലേക്ക് ഇത് പോയാലോ അരനൊടി 1000 ആണ്ട് സമയം പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു സമയത്തെ പൊഴിക്കുന്നു അല്ലേ? സമയമെന്ന് പറയുന്നാൽ നീ ബിൽഡിംഗ് ഉണ്ടാക്കി, ഈ കെട്ടിടം ഉണ്ടാക്കിയെന്നൊക്കെ കല്ലും കമ്പിയും സിമെൻറ്റും കൊണ്ടാണെങ്കിൽ നമ്മുടെ ജീവിതം പണിതിരിക്കുന്നത് സമയം കൊണ്ടാണ്. സമയത്തിൻ്റെ ചാന്ത് കൊണ്ടാണ് നമ്മുടെ ജീവിതം പണിതിരിക്കുന്നത്. അതിന് കാലം എന്നെല്ലാം പറയും. ഒക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ദ ടൈം ഈസ് ദ ഏഞ്ചൽ ഓഫ് ദ ലൈഫ് എന്ന് പറയാറുണ്ട്. സമയം ജീവിതത്തിൻ്റെ കാവൽമാലാഖയാണ്. അപ്പോൾ ഈ സമയത്തെ കൊല്ലാൻ വേണ്ടി ചിലർ പറയാറുണ്ട്, ഞാൻ സമയം കൊല്ലാൻ വേണ്ടി ഞാൻ ഒരു സിനിമ കാണാൻ പോയി, സമയം കൊല്ലാൻ വേണ്ടി ഞാൻ ഒരു പുസ്തകം വായിച്ചു എന്നെല്ലാം. പക്ഷേ ആ സമയത്തെ നമുക്ക് കൊല്ലാൻ സാധിക്കില്ല. സമയത്തെ തോളിൽ കൈയിട്ട് നടക്കാൻ സാധിക്കും. സമയത്തെ നമ്മുടെ ഉറ്റ സുഹൃത്തായിട്ട്, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാൻ സാധിക്കും. എങ്ങനെയാണോ കൂട്ടുകാരൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്നത് പോലെ സമയത്തിൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഇവനെയാണ് ശ്രീനാരായണ ഗുരു നയം അറിയും നരൻ എന്ന് വിളിച്ചത്. അപ്പോൾ പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാൻ, നയമറിയും നരൻ, ഇതൊക്കെ രണ്ട് മനുഷ്യബിംബങ്ങളാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകണമെന്നുള്ള സങ്കല്പം കൂടി വേണം. നിന്റെ അയൽവക്കം തഴക്കണമെങ്കിൽ നീ നയമറിയണമെന്നൊരു ഭാഗത്ത്, അയൽ തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിരണം. ചിന്തയാം മണിമന്ദിരത്തിൽ തൊഴുതു മടങ്ങുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയെല്ലാം പറയുവാൻ കഴിയൂ. അമ്പലങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഗുരു, ശിവഗിരിയിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ ഗുരു എന്നും തൊഴുതു മടങ്ങിയിരുന്നത് അമ്പലം, അത് പൊന്നമ്പലമായിരുന്നു, അത് ചിന്തയാം മണിമന്ദിരമായിരുന്നു.